ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഒരു ദിവസം അവധി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഗാർഡനിൽ പെൻഡിങ് ആയി കിടക്കുന്ന കുറച്ച് പണി അങ്ങ് ചെയ്തേക്കാണ്. അതിലൊരു പണിയായിരുന്നു ഈ കയറി വരുന്നിടത്തുള്ള പന ഓല ഒന്ന് വെട്ടി നിർത്തുക എന്നുള്ളത്. രണ്ടാമത്തെ പണി, ഈ ടയറിന്റെ ഓണർ പറഞ്ഞു അവർക്ക് ടയർ ആവശ്യമുണ്ടെന്ന്. കുശുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ കയ്യിൽ വേറെ 2 ടയറും കൂടെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതെടുത്ത് വെക്കാം, അതിനാരുടെ സമാധാനം പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ ഈ ടയർ എടുത്തുകൊണ്ട് കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ ടയർ അവിടെ വെറുതെ കിടക്കുകയാണ്. അതിൽ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരുന്ന ഇവർക്ക് എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറും കുശുണ്ട്. ശരി, ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. ഇനി എന്ത് ചോദിക്കാൻ വരല്ലേ? കുറച്ച് പൈസ ആയിട്ട് വേണം എനിക്ക് അവിടെ ഒരു നല്ല ബെഞ്ച് വാങ്ങിയിടാൻ. അപ്പം എൻ്റെ കയ്യിൽ ഉള്ള ടയർ ഞാൻ ഇവിടെ കൊണ്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും വെച്ച് ഹൈറ്റൊക്കെ റെഡിയാക്കണം. മറ്റു ടയറിനെക്കാട്ടിലും വലുപ്പം കൂടുതലായതുകൊണ്ട് ഇരിക്കുമ്പോൾ താഴെ പോയല്ലോ എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചില്ല. സാരമില്ല, നമുക്കിതിൻ്റെ മേലെ ചെറിയൊരു ടയർ എവിടെന്നെങ്കിലും ഒപ്പിച്ച് വെച്ച് റെഡിയാക്കാം. അപ്പോഴാണ് ഈ മോർണിംഗ് ഗ്ലോറിനെയും ആര്യവേപ്പിനെയും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് 2 പനയോലയും കൂടെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അതിൻ്റെ അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത പണി നടന്നു ഓഫ് കോഴ്സ് ഈ ഭാഗം റെഡിയാക്കുക എന്നുള്ളതാണ്. ഈ ചെടിയുടെ പേര് റെയിൻ ലില്ലി എന്നാണ് കേട്ടോ. ഇൻസ്റ്റയിൽ റസ്യ എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നേ. ഗാർഡനിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം ഇതുപോലെ പുഴുക്കുത്തലും പുഴുവാണ്. അപ്പോൾ നമുക്ക് റെയിൻ ലില്ലി ഓരോന്നോരോന്നായിട്ട് പറിച്ച് സെറ്റാക്കാം. സൈഡിലുള്ളത് അവിടെ നിർത്തിയിട്ട് ബാക്കി മൊത്തം ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ടും പിന്നെ ഈ ടൂൾസൊക്കെ ഉള്ളതുകൊണ്ടും കുറച്ചും കൂടി വേഗം ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വിധത്തിൽ ഞാൻ ഉള്ളിലുള്ളതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിറ്റലൊന്ന് ഒതുക്കി വെക്കണം. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതുപോലെ അല്ല. ഇത് കുറേ അടിയിലേക്ക് 2-3 ലെയറൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ലെയർ എന്തായാലും ഒന്ന് വൃത്തിയാക്കിയെടുക്കാം, ബാക്കി പയ്യെ ചെയ്യാമെന്ന്. ലെയറായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ കുറേ മണ്ണൊക്കെ കൂടിയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അത്രയും മണ്ണ് കുറച്ച് കോരിയെടുത്ത് കളഞ്ഞാൽ മതിയല്ലോ എന്ന്. ഇനി അടുത്ത പണി അതെന്താ വെച്ചാൽ ഇവിടെ ഒരു ഏരിയ സെറ്റ് തിരിച്ചിട്ട് ഒരു ലെയർ പോലെ ഇങ്ങനെ തിരിച്ചിട്ട് കുറച്ച് പച്ചക്കറി വിത്ത് നടണം എന്നുള്ളതാണ്. അപ്പം ഒരു സെറ്റ് ഒന്ന് നട്ട് നോക്കിയിട്ട് എങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ നോക്കി ഇതിൻ്റെ ഒരു റിസൾട്ട് നോക്കിയിട്ട് ബാക്കി കുറേ പച്ചക്കറി നടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ആദ്യം ഒന്ന് മണ്ണ് ഫോർക്ക് വെച്ചൊന്ന് ചെറുതായിട്ട് ഇളക്കിയെടുത്തു. എന്നിട്ട് ഇതുപോലെ ബിയർ ബോട്ടിൽ വെച്ച് ബോർഡർ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പച്ചച്ചീരയുടെ വിത്താണ് ഇടുന്നത്, ഗ്രീൻ സ്പിനാച്ചിൻ്റെ. ചീരകൃഷിയെ പറ്റി നന്നായി അറിഞ്ഞിട്ടൊന്നും ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ ഒരു ഔചിത്യത്തിൽ ഓരോന്നങ്ങ് ചെയ്യുന്നതാണ്. എനിക്ക് അറിയുന്ന കാര്യം ഒരു 3-4 മണിക്കൂറൊക്കെ വെയിൽ കിട്ടണം, എന്നാൽ ഭയങ്കരമായിട്ട് വെയിലും കിട്ടരുത്, നല്ല ഈർപ്പമുള്ള മണ്ണായിരിക്കണം. ഇത്രയും കാര്യം എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് കഴിഞ്ഞ് മാത്രം വെയിൽ വരുന്ന ഒരു സ്ഥലത്ത് ഞാൻ അങ്ങ് നട്ടതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ ദിവസം അത്യാവശ്യം പ്രൊഡക്റ്റീവായി എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം.